തീർച്ചയായിട്ടും സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തില് നമ്മള് രണ്ട് തരത്തിലുള്ള ആളുകളുടെ മനോഭാവമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഈശോയുടെ നാവിൽ നിന്ന് കേട്ട കൃപാവചസ് കേട്ട് അനേകം പേര് ഈശോയെ കുറിച്ച് വിസ്മയഭരിതരാവുകയാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഭയങ്കരമായിട്ടുള്ള സന്തോഷത്താൽ ഈശോയെ പ്രശംസിച്ച് പറയുന്ന ഒരു ജനക്കൂട്ടം നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈശോ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഈശോ തന്റെ വചനങ്ങൾ കൃത്യമായിട്ട് അവരെ അറിയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഈശോ സത്യം അറിയിക്കുന്നത് കൊണ്ട് തന്നെ അവര് എല്ലാവരും ഈശോയ്ക്ക് എതിരായിട്ട് തിരികുകയാണ്. ഏറ്റവും ഒടുവിലാവുമ്പോൾ ഈ വചനഭാഗത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: അവരെല്ലാവരും ഈശോയെ എതിർക്കുകയാണ്. അവിടെ പട്ടണത്തിന്റെ മുകളിൽ നിന്നും തള്ളി താഴ്ത്തിട്ട് കൊല്ലാൻ വരെ അവർ ഉദ്യമിക്കുന്നുണ്ട്. പക്ഷെ ഈശോ അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. അതായത് തുടക്കത്തില് എല്ലാവരും ഈശോയെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു ജനം, അവര് ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ്. കാരണം എന്താണ്? അവർക്കെതിരായിട്ടാണ് ഈശോ അന്നത്തെ ദിവസം പ്രസംഗിച്ചത് മുഴുവൻ. അപ്പൊ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്. അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ ഈശോയോട് കൂടെ ആയിരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും. എന്നാൽ വചനത്തില് നമ്മുടെ ജീവിതത്തെ തൊടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് പകരം ഈശോയെ തള്ളിക്കളയാനായിട്ടാണോ ഞാൻ പരിശ്രമിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ജനങ്ങള് അങ്ങനെയാണ് പ്രതികരിച്ചത്. അതായത് അവരുടെ ജീവിതത്തില് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡ് ഈശോ തുറന്നു കാണിച്ചപ്പോൾ അവര് ആ നെഗറ്റീവ് സൈഡ് മാറ്റുന്നതിന് പകരം, അവിടെ മാറ്റം വരുത്തുന്നതിന് പകരം അവരെന്താണ് ചെയ്തത്? അവിടെ ഈശോയെയും ഈശോയുടെ വചനത്തെയും തള്ളിക്കളയാനായിട്ടാണ് ശ്രമിച്ചത്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈശോയുടെ വചനങ്ങൾ കേട്ട് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.